ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇപ്പോൾ തമിഴിൽ അടുത്തിടെ ഇറങ്ങിയ ബ്ലാക്ക് മെയിൽ എന്ന സിനിമയെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം ഈ സിനിമയുടെ പ്ലോട്ട് ചുരുക്കി പറയാം. ഒരു ബിസിനസ്സുകാരൻ ഒരു ട്രിപ്പിനായി ഭാര്യയോടൊപ്പം പുറത്തു വന്നിരിക്കുകയാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ ഇയാളുടെ കുട്ടിയെ കാണാതാവുന്നു. കുട്ടി എവിടെ പോയി എന്നോർത്ത് രണ്ടുപേരും പരിഭ്രാന്തരാവുന്നു. ആ കുട്ടിയെ വെച്ച് ഒരുപാട് പേർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ആരൊക്കെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്, എന്തിനാണ് ഈ ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്യുന്നത്, ഇതൊക്കെ പറയുന്നതാണ് ഈ സിനിമയുടെ ബാക്കി കഥ. വളരെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സംസാരിച്ച സമയം കളയാതെ നമുക്ക് നേരിട്ട് വിശദീകരണത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ കമ്പനിയാണ് നമ്മളെ കാണിക്കുന്നത്. ഒരു സ്ത്രീ പണമൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് പെൺകുട്ടി അകത്തേക്ക് വരുന്നുണ്ട്. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പണം എണ്ണുമ്പോൾ അകത്തേക്ക് വരരുതെന്ന്, എന്താ കാര്യം എന്ന രീതിയിൽ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇല്ല മാഡം, ഇന്ന് ബോസ് വരില്ലത്രേ, ഇപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നു. ശരി, ഓക്കെ എന്ന മട്ടിൽ ആ ഹെഡ് ലേഡി അംഗീകരിക്കുന്നു. ഇപ്പോൾ നമ്മളെ ബോസിനെ കാണിക്കുന്നു. ബോസിന്റെ പേര് അശോക് എന്നാണ്, ഭാര്യയുടെ പേര് അർച്ചന. റിലാക്സ് ആയി കറങ്ങിയിട്ട് വരാമെന്ന രീതിയിൽ ഇവർ രണ്ടുപേരും മകളെയും കൂട്ടിക്കൊണ്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ മകൾ ബലൂൺ കണ്ടിട്ട് ബലൂൺ വേണമെന്ന് ചോദിക്കുന്നു. അശോക് വണ്ടി നിർത്തി മകൾക്ക് ബലൂണൊക്കെ വാങ്ങി നൽകുന്നു. അവർ സംസാരിച്ചുകൊണ്ട് കാറിൽ വരികയാണ്. അപ്പോൾ കുറുകെ ഒരാൾ വരുന്നു. നോക്കി വരാൻ പാടില്ലേ എന്ന മട്ടിൽ അശോക് അയാളെ വഴക്ക് പറയുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് എന്റെ കാർ ഇപ്പോൾ കേടായത്, പൈസ താ എന്നയാൾ പറയുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വഴക്കിടുകയാണ്. ഭാര്യ പറയുന്നുണ്ട്, പ്രശ്നമൊന്നും വേണ്ട, നമുക്ക് പൈസ കൊടുത്തിട്ട് പോവാന്ന്. ഇപ്പോൾ അയാൾക്ക് പണമൊക്കെ നൽകി ഇവർ ഇവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മകളെ തിരിഞ്ഞു നോക്കിയാൽ മകൾ കാറിലില്ലെന്ന് മനസ്സിലാവുന്നു. അയ്യോ, മകൾ എവിടെ പോയി എന്നോർത്ത് ഇരുവരും ഞെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രസന്റിൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഇയാളുടെ പേര് മണി എന്നാണ്. മണിയെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ആളുകൾ കൂട്ടിക്കൊണ്ടുവരുന്നു. എന്തുപറ്റി, എന്താണ് സംഭവിച്ചത് എന്നൊന്നും വ്യക്തമല്ല. ഇയാൾ ഇരിക്കുമ്പോഴാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്ന രീതിയിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നത്. സത്യത്തിൽ മണി ഒരാളുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. അയാളുടെ പേര് ചിദംബരം. അയാൾ ഡെലിവറി സർവീസ് ആണ് നടത്തുന്നത്. അതിൽ നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആരോ ഒരാൾ ചതിച്ചിട്ടുണ്ടാവണം. അയാളുടെ കഥ ഇയാൾ ഷൂട്ട് ചെയ്ത് തീർക്കുന്നു. നമ്മുടെ ഹീറോ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ ഇയാൾ നിയമവിരുദ്ധമായ ജോലിയാണ് ചെയ്യുന്നതെന്ന് ഹീറോയ്ക്ക് അറിയില്ല. സാധാരണ ഡെലിവറി സർവീസ് എന്ന രീതിയിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ മണി ഒരു മരുന്ന് കടയിൽ ഡെലിവറി കൊടുക്കാനായി വന്നിരിക്കുകയാണ്. ഇവിടെ രേഖ എന്നൊരാൾ ജോലി ചെയ്യുന്നുണ്ട്. ആ രേഖയും ഇയാളും പ്രണയത്തിലാണ്. രേഖ പറയുന്നുണ്ട്, പ്രധാനമായും നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ ഗർഭിണിയാണ്. ഇവർ രണ്ടുപേരും അനാഥരാണ്. ലിവിൻ പോലെയാണ് ഇവർ താമസിക്കുന്നത്. എന്നാൽ കുട്ടിയെ ഇപ്പോൾ പ്രസവിക്കണോ, കാരണം ഇനിയും നല്ലൊരു ജോലി കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. തുടക്കത്തിൽ ഒരു കാർ ആക്സിഡന്റ് ആയതുപോലെ കാണിച്ചില്ലേ, അയാളാണ് ആ വ്യക്തി. അയാളുടെ പേര് രമേശ്. രമേശിന് പ്രിയ എന്നൊരു ഭാര്യയുണ്ട്. അവരുടെ അടുത്ത് ഇവർ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഡാ കുട്ടിയെ പ്രസവിച്ചോ, എന്തു വന്നാലും നോക്കാം എന്ന് സുഹൃത്ത് പറയുന്നു. ഇവരും പ്രസവിക്കാം എന്ന് തീരുമാനിക്കുന്നു. ഇവർ തമ്മിൽ പ്രണയിക്കാൻ തുടങ്ങിയതൊക്കെ ഒരു പാട്ടിലൂടെ നമ്മളെ കാണിക്കുന്നു. അതോടൊപ്പം ഇവർക്ക് സപ്പോർട്ടായി നിൽക്കുന്നത് ആ രമേശ് എന്ന വ്യക്തിയും ഭാര്യ പ്രിയവുമാണെന്ന് ആ പാട്ടിലൂടെ തന്നെ നമ്മളെ കാണിക്കുന്നു. ഇപ്പോൾ മണി രേഖയെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ചില സ്കാനൊക്കെ എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിദംബരത്തിന്റെ കോൾ വരാണ്. ഇതുവരെ ആ ഡെലിവറി ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നു. അണ്ണ, ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് ചെയ്യാം എന്നയാൾ പറയുന്നു. ഇത് രേഖയോടും പറയുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇയാളുടെ വണ്ടി കാണുന്നില്ല. അയ്യോ, വണ്ടി കാണാതായല്ലോ എന്നോർത്ത് CCTV ഒക്കെ പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ മുഖം മറച്ച ഒരാളാണ് വണ്ടി കൊണ്ടുപോയതെന്ന് മനസ്സിലാവുന്നു. കർച്ചീഫ് വെച്ച് മുഖം മറച്ചതുകൊണ്ട് ആളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇതേക്കുറിച്ച് ചിദംബരത്തിനോട് പറയുന്നുണ്ട്. ചിദംബരം ഇയാളെ ഭയങ്കരമായി മർദ്ദിക്കുന്നു. അതിൽ 50 ലക്ഷം രൂപയുടെ സാധനമുണ്ട്, അത് നീയല്ലേ മോഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നു. അതിൽ നിയമവിരുദ്ധമായ സാധനം ഉണ്ടായിരുന്നോ? അണ്ണ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല, എന്തിനാണ് എന്നെ വെച്ച് ഇത് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. നിന്നെ വെച്ച് ചെയ്തെന്നോ? എനിക്കറിയില്ല, എനിക്ക് ആ സാധനം വേണം, അല്ലെങ്കിൽ പണം വേണം എന്നയാൾ പറയുന്നു. ആ സമയത്താണ് രേഖ കോൾ ചെയ്യുന്നത്. ഇപ്പോൾ ചിദംബരം ആ രേഖയെ തട്ടിക്കൊണ്ടുപോവാ എന്ന് പറയുന്നു. ഇപ്പോൾ ആളുകൾ വേഗത്തിൽ ആ കടയിലേക്ക് വരുന്നു. മണിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിക്കുന്നു. പെട്ടെന്ന് ലോക്ക് ചെയ്ത് രേഖയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ ചിദംബരം മണിയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നീ എന്ത് ചെയ്യുന്ന എനിക്കറിയില്ല, എനിക്ക് 50 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ ആ സാധനം വേണം, അത് തന്നാൽ മാത്രമേ നിന്റെ ഭാര്യയെ ഞാൻ വിടുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സാധനം കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. രേഖ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാമെന്നോർത്ത് ഇയാളും സുഹൃത്ത് രമേശും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തിരയുന്ന വിവരം ചിദംബരത്തിന് കിട്ടുന്നു. എന്നെ തിരഞ്ഞു കണ്ടുപിടിക്കാമെന്ന് നോക്കുന്നു, വേറെ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് എന്ന് ചിദംബരം പറയുന്നു. ആ രീതിയിലുള്ള പണികൾ നടക്കുന്നവരിടത്താണ് അവളെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. നീ എന്നെ എന്തെങ്കിലും ചതിക്കാൻ നോക്കിയാൽ നിന്റെ ഭാര്യയെ ഞാൻ വേശ്യാവൃത്തിക്ക് തള്ളിവിടും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പോൾ രമേശ് പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒരു പോലീസുകാരനുണ്ട്, മോഷ്ടിച്ച വണ്ടികളൊക്കെ ആരാണ് വാങ്ങുന്നതെന്ന് അയാൾക്കറിയാം.
അയാൾ വഴി വണ്ടി കണ്ടുപിടിക്കാം, സാധനം കിട്ടും. ഇപ്പോൾ ഇവർ കോൺസ്റ്റബിളിനെ കണ്ട് സംസാരിക്കുകയാണ്. ആ കോൺസ്റ്റബിൾ വിവരങ്ങൾ നൽകുന്നു. ഇവരാണ് വണ്ടി ബിസിനസ് ഒക്കെ ചെയ്യുന്നത്, ഇവരെ പോയി നോക്കൂ എന്ന് പറഞ്ഞ് ചിലരുടെ വിവരങ്ങൾ നൽകുന്നു. ഇവർ ഓരോരുത്തരെയായി പോയി കാണുന്നു. വണ്ടികളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇവർക്ക് വണ്ടി കിട്ടുന്നു. ഇയാൾ വേഗത്തിൽ വണ്ടി തുറക്കാണ്. ഉള്ളിൽ നോക്കിയാൽ സാധനം കാണാനില്ല. ആരോ ആ സാധനം ലക്ഷ്യം വെച്ച് തന്നെയാണ് വണ്ടി മോഷ്ടിച്ചതെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ അരുൺ എന്ന പുതിയൊരു കഥാപാത്രത്തെ കാണിക്കുന്നു. ഇയാൾ തന്റെ എക്സ് ഗേൾഫ്രണ്ടിനൊപ്പമുള്ള ഒരു വീഡിയോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എക്സിനെ ഇവിടേക്ക് വരുത്തുന്നു. ഈ എക്സ് ആരാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ കാണിച്ച അർച്ചന തന്നെയാണ്. ഇവരിപ്പോൾ അശോകിനൊപ്പം സമാധാനമായി ജീവിക്കുകയാണ്. എന്നാൽ എക്സ് ബോയ് ഫ്രണ്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് 2 കോടി രൂപ താ, നിന്റെ ജീവിതത്തിൽ ഞാൻ വരില്ല, നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന വീഡിയോ നിന്റെ ഭർത്താവിനെ കാണിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നു. 2 കോടി രൂപയൊക്കെ റെഡിയാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നവർ പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, നീ റെഡിയാക്കണം എന്ന് അരുൺ ഭീഷണിപ്പെടുത്തുന്നു. ഇവർ ഒരു ദിവസം കാണണമെന്ന് പറഞ്ഞ് വരുത്തി 10 ലക്ഷം രൂപ നൽകുന്നു. എന്നെ കൊണ്ട് ഇത്രേ കഴിയൂ എന്നും പറയുന്നു. അപ്പോഴും അരുൺ സമ്മതിക്കുന്നില്ല. ഇത്രേ കഴിയൂ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തേണ്ടി വരും എന്നൊക്കെ പറയുന്നു. എന്റെ ജീവിതം എപ്പോഴാണ് സന്തോഷമായി പോകുന്നത്, അങ്ങനെയൊന്നും ചെയ്യരുത് എന്നിവർ കെഞ്ചുന്നു. വേഗം 2 കോടി രൂപ റെഡിയാക്കാൻ നോക്ക്, അല്ലെങ്കിൽ തീർന്നു എന്ന് അരുൺ ഭീഷണിപ്പെടുത്തി പോകുന്നു. ഇപ്പോൾ രമേശ് പെട്രോൾ അടിക്കാൻ വരികയാണ്. അവിടുത്തെ പയ്യൻ 0 കാണിക്കാത്ത പെട്രോൾ അടിക്കുന്നു. അത് കണ്ട് രമേശ് ദേഷ്യപ്പെട്ട് അവനുമായി വഴക്കിന് പോകുന്നു. മച്ചാനെ വാ പോവാ എന്ന് പറഞ്ഞ് ഹീറോ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. രമേശ് ചീത്ത പറഞ്ഞതിൽ ആ പയ്യൻ ദേഷ്യപ്പെടുകയാണ്. രമേശിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ദീന എന്നൊരാളെ കാണിക്കുന്നുണ്ട്. ഇയാളോട് സംസാരിക്കാൻ അരുൺ വന്നിരിക്കുകയാണ്. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകണം എന്നൊക്കെ സംസാരിക്കുന്നു. എന്നാൽ ദീന അതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയും രമേശും അവിടേക്ക് വരുന്നത്. അണ്ണ, ഈ നമ്പർ വണ്ടി ആരാണ് മോഷ്ടിച്ചതെന്ന് അറിയാൻ വന്നതാണ് എന്ന് പറയുന്നു. സംസാരിച്ച് നോക്കാമെന്ന രീതിയിൽ ലിങ്ക് പിടിച്ച് ഇയാൾ ഓരോരുത്തർക്കായി പാസ് ചെയ്ത് പോകുന്നു. അവസാനം കുമാർ എന്നൊരാളാണ് അത് മോഷ്ടിച്ചതെന്ന് അറിയുന്നു. ആ കുമാർ പണ്ട് ചിദംബരത്തിന്റെ അടുത്ത് ജോലി ചെയ്തിരുന്നവനാണ്. അവൻ പ്ലാൻ ചെയ്ത് ചിദംബരത്തിന്റെ സാധനം മോഷ്ടിച്ചതായിരിക്കും എന്ന് ദീന പറയുന്നു. ഇപ്പോൾ ഹീറോ ചിദംബരത്തിനോട് ഈ കാര്യം പറയുന്നുണ്ട്. കുമാറാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. ആര് ചെയ്തെന്നുള്ളതല്ല എനിക്ക് പ്രശ്നം, എനിക്ക് സാധനം വേണം, അല്ലെങ്കിൽ പണം വേണം. ഇനിയും വൈകിയാൽ നിന്റെ ഭാര്യയെ ഞാൻ എവിടെയെങ്കിലും അയക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നു. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ സംസാരിക്കുന്നത് അരുൺ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പ്ലാനിന് ഇവരെ ഉപയോഗിച്ചാൽ എന്താ എന്നൊക്കെ ആലോചിക്കുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യേ, നിങ്ങൾക്ക് 50 ലക്ഷം രൂപ ഞാൻ തരാം, അതുവഴി എനിക്കും പണം കിട്ടും, ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകണം എന്ന് പറയുന്നു. നമ്മുടെ ഹീറോ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നിരസിക്കുന്നു. എന്നാൽ രമേശ് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ വഴിയില്ല, ഇവൻ പറയുന്നത് ചെയ്താൽ 50 ലക്ഷം രൂപ കിട്ടും, നിന്റെ കാമുകിയെ രക്ഷിക്കാം, ശരിയെന്ന് പറയേ. ഹീറോ ശരിയെന്ന് സമ്മതിക്കുന്നു. അരുൺ ഇവർക്ക് പ്ലാൻ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോഴാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച സീൻ നമ്മെ കാണിക്കുന്നത്. സത്യത്തിൽ മനഃപൂർവ്വം തന്നെയാണ് ഇവർ അയാളുടെ കാറിൽ ഇടിച്ചത്. അതായത് സുഹൃത്ത് രമേശ് മനഃപൂർവ്വം ഇടിച്ചതാണ്. വഴക്ക് പോലെ ഉണ്ടായാലോ ആ ഗ്യാപ്പിൽ ഹീറോ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നു. ഒരു ഘട്ടത്തിൽ കുട്ടിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നുണ്ടാവണം. ഇപ്പോൾ രാത്രി അരുണിനെ കാണുന്നു. അരുണിനോട് കുട്ടിയെ ഞങ്ങൾ തട്ടിക്കൊണ്ടു വന്നില്ല എന്ന് പറയുന്നു. എന്തിനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുവരാതിരുന്നത് എന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. കാരണം ആ കാറിനുള്ളിൽ കുട്ടിയെ ഇല്ലായിരുന്നു എന്ന് മണി പറയുന്നു. ഇത് അരുണിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നുണ പറയരുത് എന്ന് ദേഷ്യപ്പെടുന്നു. സത്യം കഴിഞ്ഞാൽ നോക്കുമ്പോൾ ആ കാറിനുള്ളിൽ കുട്ടി ഇല്ലായിരുന്നു എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ ആരായിരിക്കും തട്ടിക്കൊണ്ടുപോയത് എന്ന് അരുണും ആലോചിക്കുകയാണ്. ഈ അശോകിന് ACP സുഹൃത്തായിട്ടുണ്ട്. ACPയോട് കുട്ടി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയുന്നു. തൽക്കാലം വിവരം പുറത്തു പോകണ്ട, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അന്വേഷിച്ച് നോക്ക് എന്ന് പറയുന്നു. ഞാൻ അന്വേഷിക്കാം. ഈ സമയത്തിനുള്ളിൽ ബ്ലാക്ക്മെയിൽ കോൾ വരേണ്ടതാണല്ലോ, എന്താണ് വരാത്തത് എന്നൊക്കെ അവിടെ ആലോചിക്കുകയാണ്. ശരി, വേഗം കണ്ടുപിടിക്കാം, വിഷമിക്കണ്ട എന്നൊക്കെ ആശ്വാസം പറയുന്നു. അശോക് തന്റെ ബിസിനസ്സിനായി റൗഡികളെ ഉപയോഗിക്കാറുണ്ട്. പോലീസിനെ മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. റൗഡികളുടെ അടുത്ത് ഈ ജോലി ഏൽപ്പിക്കാം എന്ന് കരുതുന്നു. 1 കോടി രൂപ തരാം, എന്റെ മകളെ കണ്ടുപിടിച്ച് തിരിച്ചേൽപ്പിച്ചാൽ മതി എന്ന് പറയുന്നു. എല്ലാവരും ശരി ശരി എന്ന മട്ടിൽ സമ്മതിക്കുകയാണ്. ആ അരുണാണെങ്കിൽ അർച്ചനയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഫോൺ എടുക്കുന്നതേ ഇല്ല. ഇതിൽ അവൻ ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ്. വീടിനുള്ളിൽ കയറി വരാം എന്ന മട്ടിൽ വീടിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നു. അവനെ കണ്ട് ഇവർ ഞെട്ടുന്നു. എന്റെ ഭർത്താവ് കാണും, പോ എന്ന് പറയുന്നു. പോകാൻ പറ്റില്ല, നീ എപ്പോഴാണ് പണം തരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്രയും പണം ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്ക് എന്നൊക്കെ ഇവർ പറയുന്നു. അവൻ ഒന്നും കേൾക്കാതെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നു. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ശബ്ദം നേരിയതായി ഭർത്താവ് കേൾക്കുന്നുണ്ടാവണം. എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ എന്ന മട്ടിൽ ഭർത്താവ് മുകളിലേക്ക് വരുന്നു. ഇവർ പോവെന്നൊക്കെ കെഞ്ചുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഭർത്താവ് വന്ന് വാതിൽ തുറക്കുന്നു. എന്നാൽ ഭർത്താവ് വാതിൽ തുറക്കുമ്പോൾ ഇവർ കിടക്കുകയാണ്. ഉറങ്ങുകയാണെന്ന് തോന്നുന്നു എന്ന മട്ടിൽ ഭർത്താവ് അവിടെ നിന്ന് പോവാണ്. സത്യത്തിൽ ഭർത്താവ് വരുന്നത് കണ്ട് അരുൺ ഒളിച്ചതാണ്. അപ്പോൾ ഒളിച്ചിരുന്ന അരുൺ പുറത്തു വരുന്നു. വേഗം പണം റെഡിയാക്ക്, അതാണ് നിനക്ക് നല്ലത് എന്ന് വാർണിംഗ് കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോഴും കുട്ടി എങ്ങനെയാണ് കാണാതെ പോയതെന്ന് അരുണിന് മനസ്സിലായിട്ടില്ല. കുട്ടി എങ്ങനെ കാണാതെ പോയെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. സത്യത്തിൽ കുട്ടി ഒരു ബലൂൺ വെച്ചിരുന്നില്ലേ, അത് കാറ്റിൽ പറന്നു പോയതായിരിക്കും. ശരി, ബലൂൺ എടുത്തിട്ട് വരാമെന്ന മട്ടിൽ ആ പെൺകുട്ടി അത് എടുക്കാൻ പോയതാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ മാതാപിതാക്കൾ പോയിട്ടുണ്ടാവും. അയ്യോ, എന്നെ ഇട്ടിട്ട് പോയല്ലോ എന്ന മട്ടിൽ ആ കുട്ടി അന്തം വിട്ടിരിക്കുകയാണ്. ആ വഴിയിൽ കാറിൽ വന്ന 2 പേർ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. എന്റെ മാതാപിതാക്കൾ അറിയാതെ എന്നെ ഇട്ടിട്ട് പോയി എന്ന് ആ കുട്ടിയും പറയുന്നു.
ഇവർ സഹായിക്കാം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഈ കുട്ടിയെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന മട്ടിൽ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. ആരുടെ മകളാണെന്ന് മനസ്സിലാവുന്നു. ഇവർ കടത്തിവെക്കാം എന്ന മട്ടിൽ ഇവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നു. രണ്ടുപേരുണ്ടല്ലോ, അതിൽ ഒരാളുടെ വീട്ടിലാണ് ഈ കുട്ടിയെ വെച്ചിരിക്കുന്നത്. അയാളും കുറച്ച് കഴിഞ്ഞ് കുട്ടിയെ കാണാനായി അകത്തേക്ക് വരുന്നു. ആ സമയം ആ കുട്ടി അലമാരയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കും. അതറിയാതെ ഇയാൾ വീട് മുഴുവൻ തിരയാണ്. ഈ ഗ്യാപ്പിൽ ആ ചെറിയ കുട്ടി സമർത്ഥമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്നു. അയ്യോ, മിസ്സായല്ലോ എന്നോർത്ത് ഇയാൾ ആലോചിക്കുകയാണ്. രമേശിന് പ്രിയ എന്ന ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവർ ഓട്ടോ ഓടിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉച്ചഭക്ഷണ സമയമായതുകൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണ് ഈ ചെറിയ കുട്ടി വരുന്നത്. വിശക്കുന്നുണ്ടായിരുന്നത് കൊണ്ട് അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കി ഇവർ ആഹാരം വാരി കൊടുക്കുന്നു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇവർ ഭർത്താവ് രമേശിനെ വിളിച്ച് ഈ കാര്യം പറയുന്നു. രമേശും ആ കുട്ടിയെ കാണാൻ വരുന്നു. ആ കുട്ടിയെ കണ്ടയാൾ ഞെട്ടുന്നു. കാരണം അരുൺ ഈ കുട്ടിയാണ് തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞത്. ആ കുട്ടി തന്നെ തേടി വന്നിരിക്കുന്നു എന്നോർത്ത് അവിടെ ഭയങ്കരമായി സന്തോഷിക്കുന്നു. അവനെ ഏൽപ്പിച്ച പണം വാങ്ങാം എന്നും പറയുന്നു. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, ആ അരുൺ നല്ലവനായി തോന്നുന്നില്ല, നമുക്ക് നേരിട്ട് അച്ഛനോട് തന്നെ സംസാരിക്കാം, അച്ഛന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി കുട്ടിയെ ഏൽപ്പിക്കാം എന്ന്. അതും ശരിയാണ്, അങ്ങനെ ചെയ്യാമെന്ന് രമേശും സമ്മതിക്കുന്നു. സംസാരിക്കാനായി വേറൊരു സിം വാങ്ങുന്നു. ആ സിമ്മിൽ നിന്ന് അശോകിനെ വിളിച്ച് സംസാരിക്കുന്നു. നിന്റെ കുട്ടി എന്റെ അടുത്താണ്, സുരക്ഷിതമായിരിക്കുന്നു. എനിക്ക് വേണ്ടത് 50 ലക്ഷം രൂപയാണ്. അത് തന്നാൽ നിനക്ക് കുട്ടിയെ കിട്ടും. പോലീസിനെ സമീപിക്കാൻ നോക്കരുത്, കുട്ടിയെ കിട്ടില്ല എന്നൊക്കെ ഹീറോ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നു. എനിക്ക് കുട്ടിയാണ് പ്രധാനം, ഞാൻ പോലീസിന്റെ അടുത്തൊന്നും പോവില്ല, എവിടെയാണ് പണം കൊണ്ടുവരേണ്ടതെന്ന് മാത്രം പറയേ എന്നൊക്കെ അയാൾ തിരിച്ചും പറയുന്നു. ഇതെല്ലാം അരുണാണ് ചെയ്യുന്നത് എന്ന മട്ടിൽ അർച്ചനയ്ക്ക് സംശയം വരുന്നു. അരുൺ, നീയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് അരുൺ ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ അരുണിന് ആ മണിയുടെ മേൽ സംശയം വരുന്നു. ഒരു പക്ഷേ ഡബിൾ ക്രോസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതാണോ എന്നൊക്കെ ആലോചിക്കുകയാണ്. നിന്റെ ഭർത്താവിന്റെ കൂടെ നീയും പോ, ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യേ, അവന്മാർ ആരാണെന്ന് എനിക്കറിയണം എന്ന് അരുൺ പറയുന്നു. ഹീറോ ചിദംബരത്തെ വിളിക്കുകയാണ്. പണം കിട്ടിയിട്ടുണ്ട്, ഈ സ്ഥലത്തേക്ക് വന്ന് പണം വാങ്ങിക്കോളൂ, വരുമ്പോൾ എന്റെ ആളെയും കൂട്ടിക്കൊണ്ടുവാ എന്ന് പറയുന്നു. ചിദംബരവും ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. ഹീറോ പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പോൾ അശോക് വരികയാണ്. അശോകിന്റെ കാറിനെ പിന്തുടർന്ന് അരുണും വരുന്നുണ്ട്. അതായത് ആരാണ് പണം വാങ്ങാൻ പോകുന്നതെന്ന് അരുണിന് അറിയണം. അതിനായി പിന്നാലെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് ഡീൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നീ പറഞ്ഞതുപോലെ ഞാൻ വന്നു എന്ന് അശോക് വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെയാണ് അശോക് മറ്റൊരു പണി ഒളിപ്പിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അശോക് പോലീസുകാരെയും ഇവിടേക്ക് വരുത്തിയിട്ടുണ്ട്. പോലീസുകാർ CCTV വഴി കാറുകൾ എവിടെയൊക്കെ നിൽക്കുന്നു, ആരൊക്കെ വരുന്നു പോകുന്നു എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ പണം എടുത്ത് നടന്നു വാ എന്ന് പറയുന്നുണ്ട്. അശോകും നടന്നു വരാണ്. ഇപ്പോൾ ഹീറോ ചിദംബരത്തിന്റെ ആളുകളോട് സംസാരിക്കുകയാണ്. നിന്റെ അനിയനെ വിട്, അവനോട് പണം വാങ്ങാൻ പറയേ. ഇയാൾ അനിയനെ അയക്കുന്നു. അനിയൻ വന്ന് അശോകിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു. അശോക് കുട്ടി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടി കാറിൽ വരും, നീ പണം താ എന്ന് പറഞ്ഞ് ആ അനിയൻ പണം വാങ്ങുന്നു. പണം കിട്ടി എന്ന് സന്തോഷിക്കുന്നു. ആ പെണ്ണിനെ വിട് എന്ന് പറഞ്ഞ് രേഖയെ വിടുന്നു. രേഖയെ കൂട്ടിക്കൊണ്ടു പോകാൻ ഹീറോ ഒരിടത്ത് കാത്തു നിൽക്കുകയാണ്. വേഗം ബൈക്കിൽ കയറ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. എന്നാൽ കുട്ടി ഇനിയും കാറിൽ വന്നിട്ടില്ലെന്ന് അശോക് മനസ്സിലാക്കുന്നു. എന്താ കുട്ടി വരാത്തത്, ചതിക്കാൻ നോക്കുകയാണെന്ന മട്ടിൽ അശോക് ദേഷ്യപ്പെടുകയാണ്. ഒരൊറ്റെണ്ണത്തെയും വിടരുത്, പിടിക്ക് എന്നൊക്കെ പോലീസുകാരോട് പറയുന്നു. ഇപ്പോൾ പോലീസുകാർ അവിടെ നിന്ന് പോവുകയായിരുന്ന ചിദംബരത്തെ പിടികൂടുന്നു. എന്താ തരുന്ന പോലെ തന്നു വാങ്ങാൻ നോക്കുന്നു എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. എവിടെയാണ് എന്റെ മകൾ എന്നും ചോദിക്കുന്നു. മകളെ കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല എന്നവർ പറയുന്നു. ഇപ്പോൾ ഉടനെ അശോക് അവനെയും പിടിക്ക് എന്ന് പറയുന്നു. സത്യത്തിൽ അശോക് പോലീസിനൊപ്പം മാത്രമല്ല റൗഡികളോടൊപ്പവും വന്നിട്ടുണ്ട്. ബൈക്കിൽ പോകുന്ന ഹീറോയെ റൗഡികൾ കാണുന്നുണ്ട്. അവനെ പിടിക്കാനായി ഒരിടത്ത് വെച്ച് തടയുന്നു. ഹീറോയും അടിച്ചു രക്ഷപ്പെടാമെന്ന് കരുതുന്നു. എന്നാൽ ഈ റൗഡികൾ ഹീറോയെയും അവിടേക്ക് ലോക്ക് ചെയ്ത് പിടിക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ അശോക് അവിടേക്ക് വരുന്നു. എവിടെയാണ് എന്റെ മകൾ എന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. സാർ, മകളെ ഞാൻ കടത്തിയിട്ടില്ല, എന്റെ കാമുകി ഒരു പ്രശ്നത്തിൽ പെട്ടിരുന്നു, അവളെ രക്ഷിക്കാനാണ് ഞാൻ കബളിപ്പിച്ച് പണം വാങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അശോക് ഇത് വിശ്വസിക്കുന്നില്ല. അശോക് പറയുന്നുണ്ട്, നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്റെ കുട്ടിയെ കണ്ടുപിടിച്ച് എന്റെ കയ്യിൽ തരണം, അതുവരെ നിന്റെ കാമുകിയെ നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് കാമുകിയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഹീറോയുടെ കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാണ് ഇല്ലെന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് സംശയം വന്നിരിക്കും. അതിനായ ഒരു കാര്യം നമുക്ക് റിവീൽ ചെയ്ത് കാണിക്കുന്നു. ഹീറോ 50 ലക്ഷം തന്നാൽ കുട്ടിയെ കിട്ടുമെന്ന് അശോകനോട് സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ ശേഷമാണ് പ്രിയയുടെ കോൾ വന്നത്. പ്രിയ പറയുന്നത് കുട്ടി മിസ്സായി എന്നാണ്. വീട്ടിൽ വന്ന ഭർത്താവ് കർണത്തൊരു അടി കൊടുക്കുന്നുണ്ട്. കുട്ടിയെ പോലും നേരെ നോക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്നു. അവൾക്ക് ആഹാരം എടുക്കാൻ പോയതാണ്, ആ ഗ്യാപ്പിൽ ഓടിപ്പോയി എന്ന് പറയുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന മട്ടിൽ ഇവർ അന്തം വിട്ടിരിക്കുകയാണ്. കുട്ടി നമ്മുടെ കയ്യിലില്ലെന്ന് നമുക്കല്ലേ അറിയൂ, അവനറിയില്ലല്ലോ, കബളിപ്പിച്ച് നമുക്ക് ഡീൽ അവസാനിപ്പിക്കാം എന്ന സുഹൃത്ത് ഐഡിയ കൊടുത്തിരുന്നു. അതിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവുന്നു. ചിദംബരത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ അശോകിന്റെ കയ്യിൽ പെട്ടല്ലോ. കുട്ടിയെ കൊടുത്താലേ എന്റെ കാമുകിയെ വിടൂ എന്ന് ഹീറോ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോൾ ചിദംബരത്തിന്റെ കോൾ വരുന്നു. പണമൊക്കെ തട്ടിയെടുത്തു പോയി, എനിക്ക് പണം വേണം എന്ന് ചോദിക്കുന്നു. നിനക്കൊന്നും ഇപ്പൊ പണം തരാൻ പറ്റില്ല, ഫോൺ വയ്ക്കേ എന്ന് ഹീറോ കട്ട് ചെയ്യുന്നു. ഇനി ഹീറോയെ വിശ്വസിച്ചാൽ പണം കിട്ടില്ല. ആ അശോകിന്റെ മകളെ നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് അശോകിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാം എന്ന് ആളുകളോട് പറയുന്നു. ആ ചെറിയ കുട്ടി എവിടെയായാലും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ ഫോട്ടോ കൊടുക്കുന്നു. കുട്ടി വീട്ടിൽ നിന്ന് ഓടിപ്പോയെന്ന് പ്രിയ പറഞ്ഞില്ലേ, ആ കുട്ടി ഓടിപ്പോകുന്നത് CCTVയിൽ ഇവർ കാണുന്നു.
ഓടിപ്പോയ കുട്ടി ഒരിടത്ത് തളർന്നു വീഴും. അപ്പോൾ 2 ട്രാൻസ്ജെൻഡറുകളാണ് വന്ന് സഹായിച്ചത്. ഈ ട്രാൻസ്ജെൻഡറുകളെ കണ്ടുപിടിക്കണം എന്ന് ഹീറോയും സുഹൃത്തും ആലോചിക്കുന്നു. ആ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. അവർ എവിടെ ഉണ്ടാകുമോ അവിടെയൊക്കെ പോയി ഇവർ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ എനിക്കറിയാം എന്ന് പറയുന്നു. അയാൾ വഴി ആ ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. ആ കുട്ടി എവിടെ എന്ന് ചോദിക്കുന്നു. കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വഴി ഒരു കാർ വന്നു. കുട്ടിയുടെ അമ്മയാണെന്ന് പറഞ്ഞ് കുട്ടിയെ വാങ്ങിക്കൊണ്ടുപോയി എന്നും പറയുന്നു. ആരും അമ്മ എന്ന് പറഞ്ഞാലും കൊടുക്കുമോ? അത് അമ്മയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും അറിയില്ല, കുട്ടിയും പോകണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വിട്ടത് എന്നും പറയുന്നുണ്ട്. ആരായിരിക്കും കൊണ്ടുപോയത്? ശരിക്കും അമ്മ തന്നെയാണോ എന്നൊക്കെ ഇവർ ആലോചിക്കുകയാണ്. അമ്മയാണ് കുട്ടിയെ വാങ്ങിയതെങ്കിൽ ഇതിനോടകം കുട്ടി വീട്ടിലെത്തേണ്ടതല്ലേ, എന്താണ് എത്താത്തത് എന്ന് ഹീറോയും സുഹൃത്തും ആലോചിക്കുന്നു. അപ്പോൾ അശോകിന്റെ കോൾ വരുന്നുണ്ട്. കുട്ടിയെ കണ്ടുപിടിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയാൾ അറിഞ്ഞ വിവരങ്ങളെല്ലാം അശോകിനോട് പറയുന്നു. നിങ്ങളുടെ ഭാര്യയാണ് കുട്ടിയെ വാങ്ങിയത് എന്ന് തോന്നുന്നു എന്ന് പറയുന്നു. എന്റെ ഭാര്യ വാങ്ങിയിരുന്നെങ്കിൽ എന്നോട് പറയില്ലേ? എന്റെ ഭാര്യയൊന്നും വാങ്ങിയിട്ടില്ല, മര്യാദയ്ക്ക് കണ്ടുപിടിക്കുക എന്ന് അശോക് ദേഷ്യപ്പെടുന്നു. അശോകും ACPയും സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞില്ലേ? ACP ചോദിക്കുന്നുണ്ട്, ഇനി അൺഒഫീഷ്യലായി അന്വേഷിക്കാൻ പറ്റില്ല, ഒഫീഷ്യലായി അന്വേഷിക്കണോ? വേണ്ട, ഒഫീഷ്യലായി വേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഇയാൾ പോയ ശേഷം ACP ആരോടോ ഫോണിൽ സംസാരിക്കുന്നു. ആരോടാണ് സംസാരിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇപ്പോൾ ഭർത്താവ് ഭാര്യ അർച്ചനയെ വിളിക്കുന്നുണ്ട്. അവർ കുറച്ച് പരിഭ്രമത്തോടെയാണ് സംസാരിക്കുന്നത്. പുറത്തു വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ശരി, ഓക്കെ എന്ന മട്ടിൽ ഇയാൾ സമ്മതിക്കുന്നു. സത്യത്തിൽ ഭർത്താവിനോട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു ബിൽഡിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് എന്തിനാണ് വരുന്നതെന്ന് അറിയില്ല. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോട് തടഞ്ഞു നിർത്തി സംസാരിക്കാൻ തുടങ്ങുന്നു. നീയാണോ എൻ്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നിവർ ചോദിക്കുന്നുണ്ട്. അതെ, ഞാനാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് അവനും പറയുന്നു. എങ്ങനെ ഇവന്റെ കയ്യിൽ കുട്ടി വന്നെന്ന് നമുക്കറിയില്ല. ആ കുട്ടി വഴി നിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി ഞാൻ പണം സമ്പാദിക്കും. ഈ പ്ലാനിൽ ഒരു പ്രശ്നവും വരാതെ നീ നോക്കണം എന്ന് ഭീഷണിപ്പെടുത്തി ഇവരെ അയക്കുന്നു. ഇപ്പോൾ കുറച്ചു കഴിഞ്ഞ് അശോകിന് കോൾ വരുന്നു. നിന്റെ കുട്ടി എന്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ വീഡിയോ കാണ് എന്ന് ആ വ്യക്തി വീഡിയോയും കാണിക്കുന്നു. എന്റെ കുട്ടിയെ വിട്, എത്ര പണം വേണമെങ്കിലും തരാം എന്ന് ഇയാൾ പറയുന്നു. എനിക്ക് ഇത്ര പണം വേണം എന്ന രീതിയിൽ ആ വ്യക്തി വിലപേശുന്നു. ഇയാൾ ഉടനെ ഭാര്യയെ വിളിക്കുന്നുണ്ട്. നീ വീടിന്റെ അടുത്തല്ലേ ഉള്ളത്, വീട്ടിൽ പോയി പണമൊക്കെ എടുക്ക്, ഒരാൾ എന്നോട് സംസാരിച്ചു ഇപ്പോ എന്ന് പറയുന്നു. ചോദിച്ച പണം കൊടുക്കാം, പോലീസിന്റെ അടുത്തൊന്നും പറയണ്ട എന്നിവർ പറയുന്നു. കാരണം ഇത് ചെയ്യുന്നത് അരുണാണെന്നാണ് ഇവർ കരുതുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഭർത്താവും ശരി എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാര്യ വീട്ടിൽ വന്ന് പണം എടുത്ത് പോകാൻ തുടങ്ങുന്നു. ഈ കാര്യം ഹീറോയും സുഹൃത്തും കണ്ട് പിന്തുടരുകയാണ്. കാരണം ഈ ഭാര്യ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് സംശയം വന്നിരുന്നല്ലോ, അതുകൊണ്ടാണ് പിന്തുടരുന്നത്. ഒരു അജ്ഞാതം വിളിച്ചല്ലോ, അത് അരുണാണോ എന്ന് നമുക്ക് വ്യക്തമല്ല. വിളിച്ചയാൾ ഒരു സ്കൂട്ടറിന്റെ അടുത്ത് പണം വെക്കൂ എന്ന് പറഞ്ഞിരിക്കും. ഇപ്പോൾ ഭർത്താവും ഭാര്യയും ആ സ്പോട്ടിൽ വരുന്നു. ഭാര്യയോട് പോയി വെക്കാൻ പറയുന്നുണ്ട്. ഭാര്യയും അവിടേക്ക് വന്ന് പണം വെക്കുന്നു. ഒരു പ്രശ്നമില്ല, ഞാൻ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഭർത്താവ് പറയുന്നു. ഭർത്താവ് ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നോർത്ത് ഇവർ ഞെട്ടുകയാണ്. ഭർത്താവ് അതിനുള്ളിൽ GPS ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോൾ സെറ്റ് ചെയ്തത് വെച്ച് സ്കൂട്ടർ ആരാണ് എടുത്തുകൊണ്ട് പോകുന്നതെന്ന് ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഇവർ പേടിച്ചിട്ട് അരുൺ അതിനുള്ളിൽ GPS ഉണ്ട്, സൂക്ഷിക്കണമെന്ന് മെസ്സേജ് അയക്കുന്നു. ഇപ്പോൾ ഭർത്താവ് ട്രാക്ക് ചെയ്ത് ഒരു പഴയ ഫാക്ടറിയിലേക്ക് വരുന്നു. ആ ഭീഷണിപ്പെടുത്തിയ ആളെ കണ്ടുപിടിക്കാം എന്ന മട്ടിൽ തിരയാണ്. നോക്കുമ്പോൾ അവിടെ GPS ട്രാക്കർ മാത്രം വീണ് കിടക്കുന്നു. അവൻ സൂത്രത്തിൽ GPS ട്രാക്കർ മാത്രം താഴെയിട്ട് പോയെന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നു. ഇയാൾ ഇതെല്ലാം നോക്കുന്നത് ഹീറോയും ശ്രദ്ധിക്കുന്നുണ്ട്. ഹീറോയും സുഹൃത്തും പിന്തുടർന്ന് വന്നതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ഈ സമയം ആ ഭാഗത്ത് നിന്ന് ഒരു ഓട്ടോ പോകുന്നുണ്ട്. ആ ഓട്ടോ പോകുന്നത് രമേശ് കാണുന്നു. കണ്ടു ഞെട്ടാണ്. കാരണം രമേശിന്റെ ഭാര്യയുടെ ഓട്ടോയാണ് പോകുന്നത്. ഈ ഓട്ടോ എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പോൾ അർച്ചനയ്ക്ക് അരുണിന്റെ കോൾ വരുന്നു. എന്തോ GPS എന്ന് അയച്ചിട്ടുണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. നീ പണം എടുത്തല്ലോ, അതിനുള്ളിൽ GPS ഉണ്ട് എന്നൊക്കെ പറയാണ്. ഞാൻ പണം എടുത്തുന്നോ? നിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്താൻ ഞാൻ ഇതുവരെ വിളിച്ചിട്ടേ ഇല്ല. സത്യത്തിൽ എന്റെ കയ്യിൽ കുട്ടിയില്ല, കുട്ടിയില്ലാതെ തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാമെന്ന് കരുതി. യഥാർത്ഥ കിഡ്നാപ്പർ തന്നെയാണ് വിളിച്ച് നിങ്ങളോട് സംസാരിച്ചത്. എനിക്കും അതിന് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. എനിക്ക് നീ തരാമെന്ന് പറഞ്ഞ പണം തരണം, ഇല്ലെങ്കിൽ ഫോട്ടോയൊക്കെ ലീക്ക് ചെയ്യും എന്ന് വീണ്ടും ഇവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇവർ പേടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പരിശോധിക്കാൻ പോയ ഭർത്താവ് തിരിച്ചു വരുന്നു. അവൻ GPS ട്രാക്കർ സൂത്രത്തിൽ എറിഞ്ഞു കളഞ്ഞിട്ട് പോയി എന്ന് പറയുന്നു. അവൻ എങ്ങനെയാണ് ബാഗിനുള്ളിലുള്ള GPS ട്രാക്കറിനെ കുറിച്ച് അറിഞ്ഞത് എന്ന് ഭാര്യ ചോദിക്കുന്നു. അതാണ് എനിക്കും മനസ്സിലാവാത്തത് എന്ന് ഭർത്താവും പറയുന്നുണ്ട്. ഇനി അവന്റെ കോൾ വരട്ടെ എന്ന് ഇവർ കാത്തിരിക്കുകയാണ്. ഇതെല്ലാം ഹീറോയും സുഹൃത്തും ദൂരെ നിന്ന് കാണുന്നു. ഇവർ രണ്ടുപേരും കാണുന്നത് മറ്റൊരാളും കാണുന്നുണ്ട്. ഇതാരാണ് പുതിയ കഥാപാത്രം എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആ ACPയെ വിളിക്കുന്നു. ACP ആണ് രഹസ്യമായി പിന്തുടരാൻ ഇയാളെ അയച്ചത്. പണം എനിക്ക് കിട്ടി, നിന്റെ മകളെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലാണ് വിട്ടിരിക്കുന്നത്, പോയി കൂട്ടിക്കോളൂ എന്ന് ആ കിഡ്നാപ്പർ പറയുന്നു. ഇപ്പോൾ ഇയാൾ വേഗത്തിൽ ആ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നു. ശരിക്കും ആ കുട്ടി അവിടെ ഇരിക്കുന്നത് പോലെ നമ്മളെയും കാണിക്കുന്നുണ്ട്. ഒരുവിധം ഇവർ യാത്ര ചെയ്ത് ആ ബസ് സ്റ്റോപ്പിൽ എത്തുന്നു. ഇവർ വന്നു നോക്കുമ്പോൾ ആ കുട്ടി അവിടെ ഇല്ല. അവൻ കുട്ടിയെ വിട്ടില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ ഇവർ ആലോചിക്കുകയാണ്. ചുറ്റും തിരിഞ്ഞു നോക്കുന്നുണ്ട്. കുട്ടിയെ കിട്ടാതെ വരുമ്പോൾ ഇവർ അവിടെ സങ്കടപ്പെട്ട് കരയാണ്.
പണം വാങ്ങിയില്ലേ, പിന്നെ എന്തിനാണ് കുട്ടിയെ വിടാത്തത് എന്നൊക്കെ ഭാര്യ വിഷമിക്കുകയാണ്. തിരികെ ആ നമ്പറിൽ ബന്ധപ്പെടാൻ നോക്കിയാൽ സ്വിച്ച് ഓഫ് എന്ന് കാണിക്കുന്നു. ഇയാളും അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. സത്യത്തിൽ ഹീറോയും സുഹൃത്തും പിന്തുടരുന്നതിനെ ആ പോലീസുകാരും പിന്തുടരുന്നുണ്ട്. ആരാണിവൻ? ഒരുപാട് നേരമായല്ലോ നമ്മളെ ഫോളോ ചെയ്യുന്നു. ഇവനെ കബളിപ്പിച്ച് ഇവിടെ നിന്ന് പോകണം എന്ന് ആലോചിക്കുന്നു. അയാളെ വെട്ടിച്ച് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ആ പോലീസ് പറയുന്നുണ്ട്, സാർ ഫോളോ ചെയ്ത് വരികയായിരുന്നു, എന്നെ കബളിപ്പിച്ച് അവർ രക്ഷപ്പെട്ടു എന്ന് ACP യോട് പറയുന്നു. ഇപ്പോൾ ACP അശോകനെ വിളിക്കുന്നുണ്ട്. പോലീസ് ഒന്നും വേണ്ട, നമുക്ക് തന്നെ ഡീൽ ചെയ്യാമെന്ന് വിചാരിച്ചില്ലേ? എന്നാലും ഞാൻ മഫ്റ്റിയിൽ ഒരു പോലീസിനെ ഫോളോ ചെയ്യാൻ വിട്ടിരുന്നു. ആ പോലീസ് ചില കാര്യങ്ങൾ പറഞ്ഞു. നീ നേരത്തെ ഒരാളെ പിടിച്ച് ഭീഷണിപ്പെടുത്തി വെച്ചിരുന്നില്ലേ? അവനും അവന്റെ സുഹൃത്തും ചേർന്ന് നിന്നെ പിന്തുടരുന്നുണ്ട്. അവരും ഇതിൽ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് അശോക് ദേഷ്യപ്പെടുകയാണ്. അതായത് ഹീറോയാണ് വീണ്ടും ഈ കാര്യം ചെയ്തതെന്ന് ആലോചിക്കുന്നു. ഹീറോയുടെ കാമുകിയെ ഇയാളല്ലേ തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഇപ്പോൾ തടഞ്ഞു വെച്ച സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇവർ ടോർച്ചർ ചെയ്യുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. നീ തന്നെയല്ലേ അവിടേക്ക് വന്നത്? നീ തന്നെയല്ലേ കബളിപ്പിച്ച് പണം വാങ്ങിയത് എന്നൊക്കെ ചോദിക്കുന്നു. ശരി, അവിടേക്ക് വന്നത് സത്യമാണ്. എന്നാൽ ഞാൻ നിങ്ങളെ പിന്തുടർന്ന് ആരാണിത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്, അല്ലാതെ മറ്റൊന്നിനും അല്ല എന്നൊക്കെ പറയുന്നു. എന്തായാലും എന്റെ മകളെ നീ വേഗം കണ്ടുപിടിച്ച് തരണം, ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് അശോക് ഭീഷണിപ്പെടുത്തുന്നു. അടുത്തത് എന്ത് ചെയ്യണമെന്നോർത്ത് ഹീറോയും രമേശും ആലോചിക്കുകയാണ്. പെട്രോൾ പമ്പിൽ ഒരു പയ്യൻ ചീത്ത കേട്ടില്ലേ? ആ പയ്യൻ അടിക്കാനായി ആളെ കൂട്ടി വന്നിരിക്കുകയാണ്. ഇവനാണ് എന്നോട് തമാശ കളിച്ചത് എന്ന് പറയുന്നു. അതുകൊണ്ട് ആ വ്യക്തി കത്തി കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്താണ്. മര്യാദയ്ക്ക് പണം എടുക്ക് എന്ന് പറയുന്നു. ഇവർ പെട്രോൾ അടിച്ചിട്ട് പണം കൊടുക്കാതെ വന്നിട്ടുണ്ടാവും. ഇവരും പണം എടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സത്യത്തിൽ മാസ്ക് ധരിച്ച ഒരാൾ വണ്ടി മോഷ്ടിച്ചില്ലേ, അത് ഇവനാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. എടാ കുമാർ എന്ന് വിളിക്കുന്നുണ്ട്. അവനും പെട്ടെന്ന് നിൽക്കുകയാണ്. ഇവനാണ് കുമാർ എന്ന് ഹീറോയ്ക്ക് മനസ്സിലായല്ലോ. ഇവനിട്ട് പൊതിരെ തല്ലുന്നു. മര്യാദയ്ക്ക് ആ സാധനം എവിടെയാണെന്ന് പറയേ എന്ന് ചോദിക്കുന്നു. നീ കാരണമാണ് പ്രശ്നം എന്നൊക്കെ പറയാണ്. അവനും ഞാനാണ് സാധനം എടുത്തത്, ഇവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് സാധനം എടുത്ത് ഇയാളുടെ കയ്യിൽ കൊടുക്കുന്നു. ഇപ്പോൾ ഇയാൾ ചിദംബരത്തെ വിളിച്ച് സംസാരിക്കുകയാണ്. സാധനം കിട്ടി എന്ന് പറയുന്നു. ഇപ്പോൾ നേരിട്ട് ചിദംബരത്തെ കാണാൻ വരുന്നു. ഇതാ നിങ്ങളുടെ സാധനം, ഞാൻ മോഷ്ടിച്ചതല്ലെന്ന് ഇപ്പോഴെങ്കിലും വിശ്വസിക്കുക എന്ന് പറയുന്നു. ചിദംബരം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഈ സാധനം ഇപ്പോഴും എടുക്കാമെന്ന് ചിന്തിക്കാതെ എന്റെ കയ്യിൽ തന്നത്? ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം മാത്രം മതി എനിക്ക്, ഇങ്ങനെ വരുന്ന പണമൊന്നും എനിക്ക് വേണ്ട. ഈ പ്രശ്നം കാരണമാണ് ഇപ്പോൾ എന്റെ കാമുകി പെട്ടിരിക്കുന്നത് എന്നൊക്കെ വിഷമത്തോടെ സംസാരിച്ച് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ ചിദംബരം, നിൽക്ക, ആ ചെറിയ കുട്ടി എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. എങ്ങനെ നിങ്ങളുടെ കയ്യിൽ എന്ന് ഹീറോ ഞെട്ടാണ്. ഇപ്പോഴാണ് നടന്ന കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഈ ചിദംബരം ഒരു സ്ത്രീയുമായി അടുത്തിടപഴകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അനിയന്റെ വീഡിയോ കോൾ വരുന്നത്. ആ ചെറിയ കുട്ടി എനിക്ക് കിട്ടി എന്ന് അനിയൻ ഒരു കാര്യം പറയാൻ തുടങ്ങുന്നു. ഈ അനിയൻ സാധനമൊക്കെ വാങ്ങി ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ചെറിയ കുട്ടി അവിടെ ഇരിക്കുന്നു. അത് ആ ചെറിയ കുട്ടിയാണെന്ന് പോലും ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. സാധാരണയായി ആ കുട്ടിയോട് സംസാരിക്കുന്നു. അങ്കിൾ, എന്റെ ഫോട്ടോ എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട്. ഓഹോ, ഫോട്ടോയിലുള്ളത് നീയാണോ എന്ന മട്ടിൽ ഇയാൾ ഞെട്ടുകയാണ്. അങ്ങനെയാണ് തട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ അനിയൻ ചേട്ടനോട് പറഞ്ഞിരിക്കും. അപ്പോൾ ഇപ്പോൾ ചേട്ടന്റെ കയ്യിലാണ് ഈ കുട്ടി ഇരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ചേട്ടനും ഇവളെ വെച്ച് പണമൊന്നും സമ്പാദിക്കേണ്ട, നമുക്ക് വേണ്ടത് കിട്ടി, ഹീറോയുടെ കയ്യിൽ ഏൽപ്പിക്കാം എന്ന മട്ടിൽ ഹീറോയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കുട്ടിയെ കിട്ടിയല്ലോ എന്ന മട്ടിൽ ഹീറോയും സന്തോഷിക്കുകയാണ്. ഇപ്പോൾ രമേശിന് ഒരു സംശയമുണ്ട്. നീ എന്തിനാണ് ഓട്ടോ എടുത്ത് ആ സ്ഥലത്തേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു. ഏട്ടാ, രാത്രി ഞാൻ ഓട്ടോ ഓടിക്കില്ല, ആ ഓട്ടോ രാത്രി വേറൊരു ചേട്ടനാണ് ഓടിക്കുന്നത് എന്ന് ഭാര്യ പറയുന്നു. ആ ചേട്ടനെ ലോക്ക് ചെയ്യണമെന്ന മട്ടിൽ ഇയാൾ ലോക്ക് ചെയ്യുന്നു. നിങ്ങൾ ആരെയാണ് കൊണ്ടുപോയത്, ഇവിടെ നിന്ന് ആരെയാണ് കൊണ്ടുപോയത് എന്നൊക്കെ ഭീഷണിപ്പെടുത്തി ചോദിക്കുന്നു. ബന്ധപ്പെട്ടവർ പറയരുതെന്ന് പറഞ്ഞ് ഒരുപാട് പണം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇയാൾ ഭീഷണിപ്പെടുത്തി ചോദിക്കുന്നതുകൊണ്ട് ആ ചേട്ടൻ ഇവരെയാണ് കൊണ്ടുപോയത്, ഇവിടേക്കാണ് ഇറക്കി വിട്ടത് എന്ന സ്ഥലം വരെ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ രമേശിന് സ്ഥലം മനസ്സിലായല്ലോ. അവിടെ കോളിംഗ് ബെൽ അടിക്കുന്നു. ഒരു സ്ത്രീ വരുന്നുണ്ട്. ആ സ്ത്രീ ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഹീറോ കുട്ടി എന്റെ കയ്യിലുണ്ട് എന്ന് അരുണിനെ വിളിച്ച് സംസാരിക്കുന്നു. എന്തിനാണ് അശോകനോട് പറയാതെ എന്നോട് പറയുന്നത് എന്ന് അരുൺ ചോദിക്കുകയാണ്. അശോകനോട് പറഞ്ഞാൽ എനിക്ക് ഭാര്യയെ മാത്രമേ കിട്ടൂ, എനിക്ക് പണവും വേണം, നിങ്ങൾ പണം വാങ്ങ്, എനിക്ക് അവളെയും കിട്ടും പണവും കിട്ടും എന്ന് പറയുന്നു. ശരി എന്ന മട്ടിൽ അരുണും ഈ ഡീലിന് സമ്മതിക്കുകയാണ്. ഇപ്പോൾ ഹീറോ അരുണിനായി ഒരിടത്ത് കാത്തിരിക്കുകയാണ്. അരുണും അവിടേക്ക് വരുന്നുണ്ട്. കുട്ടിയെ പറഞ്ഞതുപോലെ തന്നു, നിനക്കുള്ള പണം വേഗം വരും എന്ന് പറഞ്ഞ് കുട്ടിയെ ഇരുത്തി അവിടെ നിന്ന് പോകാമെന്ന് കരുതുന്നു. അങ്ങനെ പോകാമെന്ന് കരുതുന്നതിന് മുമ്പ് ഹീറോ അരുണിനെ തടഞ്ഞ് അടിക്കാൻ തുടങ്ങുന്നു. എന്തിനാണ് ഹീറോ ഇങ്ങനെ അടിക്കുന്നതെന്ന് വെളിപ്പെടുത്തുന്നു. ഹീറോ സത്യത്തിൽ ആദ്യം അശോകിനെ തന്നെയാണ് വിളിച്ചത്. നിങ്ങളുടെ കുട്ടിയെ കിട്ടി സാർ, എന്റെ ഭാര്യ വിടൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അശോക് ശരിയെന്ന് സമ്മതിക്കുന്നു. എന്നാൽ അശോക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിന്റെ കൂടെ ഒരാൾ കറങ്ങിയിരുന്നല്ലോ, അവന്റെ ഫോട്ടോ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അവനാണ് ഞങ്ങളുടെ കാർ ഇടിച്ചത്. അവനും നീയും ചേർന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യത. എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ ദേഷ്യത്തിൽ ചോദിക്കുന്നു. അതെ സാർ, ഞങ്ങൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, പക്ഷെ ഞങ്ങളായിട്ട് തട്ടിക്കൊണ്ടുപോയിട്ടില്ല. അരുൺ എന്നൊരാൾ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അവൻ എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു. ആ അരുൺ എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്കറിയണം. ആ അരുണിനെ നീ അവിടേക്ക് വരുത്ത്, ഞാനും അവിടേക്ക് വരാം എന്ന് പറയുന്നു.
അതിനാലാണ് അരുണിനോട് സംസാരിച്ച് ഇയാൾ വരുത്തിയതെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ അരുണിനെ പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛനായ അശോക് അവിടേക്ക് വരുന്നു. ആദ്യം കുട്ടിയെ രക്ഷിക്കണമെന്ന മട്ടിൽ കുട്ടിയെ കൊണ്ടുപോയി കാറിൽ ലോക്ക് ചെയ്യുന്നു. അവനുമായി അടികൂടാൻ തുടങ്ങുകയാണ്. ഇപ്പോഴാണ് ആ അരുൺ കയ്യിലുള്ള തോക്കെടുക്കുന്നത്. തോക്ക് കണ്ട ഇവർ രണ്ടുപേരും പേടിക്കുകയാണ്. ഇവർ പേടിച്ചൊളിച്ചിരിക്കുമ്പോൾ അവൻ കുട്ടിയെ പിടിച്ച് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നു. മര്യാദയ്ക്ക് പുറത്തു വാ എന്ന് വിളിക്കുന്നു. ആദ്യം അശോക് വരുന്നു. നീയും വാ എന്ന് പറഞ്ഞ് ഹീറോയെയും പുറത്തു വരുത്തുന്നു. ഇവരെ രണ്ടുപേരെയും ഷൂട്ട് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇവർ രണ്ടുപേരും തടഞ്ഞ് അടികൂടാണ്. അങ്ങനെ അടികൂടുമ്പോൾ ഹീറോ ഒരു ഘട്ടത്തിൽ അരുണിന്റെ തലയ്ക്ക് തന്നെ അടിക്കുന്നു. ശക്തിയായി അടിച്ചതുകൊണ്ട് അവൻ അവിടെ തന്നെ മരിക്കുകയാണ്. എങ്ങനെയോ കുട്ടിയെ രക്ഷിച്ചു എന്ന മട്ടിൽ അശോക് സമാധാനിക്കുന്നു. അശോകല്ലേ ഹീറോയിനെ തട്ടിക്കൊണ്ടുവച്ചത്. ഇപ്പോൾ ഹീറോയിനെ റിലീസ് ചെയ്യുന്നു. ഹീറോയിൻ വേഗത്തിൽ ഓടി വന്ന് ഹീറോയെ കെട്ടിപ്പിടിക്കുന്നു. ഒന്നുമില്ല എന്നാൽ സമാധാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ACP ആ സ്പോട്ടിലേക്ക് വരുന്നു. നേരത്തെ മരിച്ചുപോയ അരുണിനെ 2-3 തവണ വെടിവെക്കുന്നു. അതായത് അരുൺ ഒരു ബിസിനസ്സുകാരന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ഞങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ചു, വേറെ വഴിയില്ലാതെ അവനെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇവർ വിചാരിച്ചതുപോലെ തന്നെ വാർത്തയിൽ വരുന്നു. ACPയും അശോകും സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞില്ലേ. ആ അരുണിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ അറിഞ്ഞു. അതെങ്ങനെ നിന്നോട് പറയുമെന്ന് അറിയില്ല എന്ന് ACP മടിക്കുന്നു. അപ്പോൾ അശോക്, നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അവൻ എന്റെ ഭാര്യയുടെ എക്സ് ആണ്, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് ഇയാളും പറയുന്നു. എങ്ങനെയാണ് ഇതെല്ലാം അശോകിന് മനസ്സിലായതെന്ന് നമുക്ക് വെളിപ്പെടുന്നു. സത്യത്തിൽ അശോക് ശബ്ദം കേട്ട് പരിശോധിക്കാൻ വന്നപ്പോൾ അവർ സംസാരിച്ചതെല്ലാം കേട്ടിരുന്നു. നമ്മുടെ ഭാര്യയെ അവൻ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്, വീഡിയോ വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ ഇയാൾക്ക് മനസ്സിലായിരിക്കും. ഇപ്പോൾ തന്നെ അവനെ ആക്രമിച്ചാൽ ആ വീഡിയോ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യണം എന്നും വിചാരിച്ചിരിക്കും. ഹീറോ വഴി വരുത്താൻ കാരണം അവൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിയാണ്. ഇപ്പോൾ ACP വഴി അവന്റെ കഥയും കഴിയുന്നു. ഞാൻ എന്തിനാണ് ഒഫീഷ്യലായി ചെയ്യേണ്ട എന്ന് പറഞ്ഞതെന്ന് അറിയാമോ? കാരണം എൻ്റെ ഭാര്യ കഷ്ടപ്പെടരുത്. ഈ വിഷയങ്ങളെല്ലാം പുറത്തു വന്നാൽ അവൾ ഒരുപാട് വിഷമിക്കും. എനിക്കെല്ലാം അറിയാം, പക്ഷെ എനിക്കറിയാമെന്ന കാര്യം അവൾ ഒരു കാലത്തും അറിയരുത്. അറിഞ്ഞാൽ അവൾ ഒരുപാട് വിഷമിക്കും. ഞാൻ എൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളുടെ പാസ്റ്റിൽ നടന്നതിനെ കുറിച്ച് എനിക്ക് പ്രശ്നമില്ല. ഇവൻ എങ്ങനെയെങ്കിലും പിടിച്ച് ഇവന്റെ കയ്യിലുള്ള വീഡിയോ ഒക്കെ വാങ്ങാമെന്നാണ് കരുതിയത്. പക്ഷേ അപ്രതീക്ഷിതമായി അവൻ മരിക്കുകയും ചെയ്തു എന്നൊക്കെ പറയാണ്. ഇപ്പോൾ ഹീറോയെ എന്തിനാണ് സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുന്നതെന്ന് അറിയില്ല. ആ പണം എടുത്തുകൊണ്ട് പോയത് ഹീറോയാണോ എന്ന രീതിയിൽ അന്വേഷണം നടന്നിട്ടുണ്ടാവണം. ഹീറോയാണ് സത്യത്തിൽ ആ പണം എടുത്തതെന്ന് തോന്നുന്നു. കാരണം ഹീറോയുടെ വീട്ടിൽ പണം ഇരിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ആ പണം ആരാണ് എടുത്തതെന്ന് അറിഞ്ഞാൽ നീ ഞെട്ടും എന്ന് ACP അശോകിനോട് പറയുന്നു. ഇപ്പോഴാണ് നടന്ന കാര്യം നമ്മളെ കാണിക്കുന്നത്. ഹീറോയാണ് ആ പണം എടുത്ത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. എങ്ങനെയാണ് പണം കിട്ടിയത് എന്ന് ACP ചോദിച്ചിട്ടുണ്ടാവും. ഹീറോ നടന്ന കാര്യങ്ങൾ പറയുന്നു. സത്യത്തിൽ ഹീറോയുടെ സുഹൃത്ത് ഒരു പെൺകുട്ടിയെ തേടിപ്പോയല്ലോ. ആ പെൺകുട്ടിയെ ലോക്ക് ചെയ്ത് അന്വേഷിക്കുന്നു. ആ പെൺകുട്ടി ആരാണെന്ന് ഇപ്പോൾ നമുക്ക് വെളിപ്പെടുന്നുണ്ട്. സത്യത്തിൽ ആ അശോകിന്റെ ഓഫീസിൽ ഒരു പെൺകുട്ടി ഹെഡായി ജോലി ചെയ്തിരുന്നത് കാണിച്ചിരുന്നില്ലേ? ആ പെൺകുട്ടിയാണ് ഈ കാര്യം ചെയ്തത്. എന്തിനാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ സഹോദരൻ ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് അശോക് കരണത്തടിച്ച് ഇവിടെ നിന്ന് പോ എന്ന മട്ടിൽ ഓടിച്ചു വിട്ടിട്ടുണ്ടാവും. അതിന് എങ്ങനെയെങ്കിലും അശോകിനോട് തക്ക സമയത്ത് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കും. ആദ്യം അശോകിന്റെ കുട്ടിയെ 2 പേർ കണ്ടില്ലേ? അവർ ഈ പെൺകുട്ടിക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും. നിന്റെ ബോസിന്റെ കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. കുട്ടിയെ നിങ്ങൾ തന്നെ സംരക്ഷിച്ചോളൂ. അവനെ ഭീഷണിപ്പെടുത്തി എങ്ങനെയെങ്കിലും പണം തട്ടാം. അവനെ എനിക്കും ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടാവും. പ്രശ്നം എന്തെന്നാൽ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും. ഒരു കുട്ടിയെ പോലും നേരെ നോക്കാൻ പറ്റില്ലേ എന്ന് ഇവർ വഴക്ക് പറഞ്ഞിരിക്കും. കുട്ടി കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചെങ്കിലും കുട്ടി തിരികെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും. 2 ട്രാൻസ്ജെൻഡറുകൾ കുട്ടിയെ നോക്കിയിരുന്നല്ലോ. ആ വഴി ഇവർ കാറിൽ വന്നിരിക്കും. ഇതെന്റെ കുട്ടിയാണ് എന്ന് നുണ പറഞ്ഞിരിക്കും. അച്ഛന്റെ ഓഫീസിൽ കണ്ടതുകൊണ്ട് ആ കുട്ടിയും കെട്ടിപ്പിടിച്ചിരിക്കും. അമ്മയാണെന്ന് തോന്നുന്നു എന്ന് കരുതി ആ ട്രാൻസ്ജെൻഡറുകളും ഇവരുടെ കയ്യിൽ കുട്ടിയെ ഏൽപ്പിച്ചിരിക്കും. ഈ കുട്ടിയെ വെച്ച് പണം ഉണ്ടാക്കാം എന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ട്. ഇവർ പുരുഷ ശബ്ദത്തിൽ അശോകിനോട് സംസാരിച്ചിരിക്കും. 1 കോടി രൂപ വേണം എന്നൊക്കെ ചോദിച്ചിരിക്കും. പണമൊക്കെ റെഡിയാക്കി അശോക് GPS ഉള്ളിൽ വെക്കുന്നു. ഈ കാര്യം ഇവർ ശ്രദ്ധിച്ചിരിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ GPS എടുത്ത് കളയണമെന്ന് കരുതി ഇവർ എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. ഇതാണ് നടന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഈ പെൺകുട്ടിയെ ഒരു ഓട്ടോ ഡ്രൈവർ കൊണ്ടുപോയല്ലോ. ആ ഓട്ടോ ഡ്രൈവർ ഹീറോയുടെ സുഹൃത്ത് രമേശിനോട് പറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ആ പെൺകുട്ടി പിടിക്കപ്പെട്ടത്. ഇപ്പോൾ ഹീറോയുടെ കയ്യിൽ ആ പണം ഉണ്ടല്ലോ. ആ പണം പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അതായത് അശോകിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അശോക്, ഈ പണമൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾ വെച്ചോളൂ എന്ന് പറയുന്നു. ഇല്ല സാർ, ഇങ്ങനെ സമ്പാദിച്ച പണമൊന്നും എനിക്ക് വേണ്ട, സമാധാനമായി ഉറങ്ങണം സാർ. ഈ പണം ഇല്ലെങ്കിലേ സമാധാനമായി ഉറങ്ങാൻ കഴിയൂ. ഞാൻ വരാം സാർ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ ആ പെൺകുട്ടി അങ്കിൾ നിൽക്കുക എന്ന് പറഞ്ഞ് അടുത്ത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. അവസാനം അച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഇയാളല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്. ഇയാളും കുട്ടിയെടുത്ത് കെഞ്ചുന്നുണ്ട്. ഇതോടെ സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.